സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമെന്ന് പത്രങ്ങൾ വിശേഷിപ്പിക്കുന്നില്ലെങ്കിലും ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് യുദ്ധം എന്ന് തന്നെയാണ്. ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ധാരാളം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ചുവെങ്കിലും ഇസ്രായേലിൻ്റെ ആകാശ സംരക്ഷണ സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രായേലിലേക്ക് കാര്യമായ രീതിയിൽ പരിക്ക് പറ്റിക്കാൻ ഇറാന്റെ ആക്രമണങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അവരുടെ ലൈവ് ടെലിവിഷൻ നടക്കുന്ന അവരുടെ നാഷണൽ ടെലിവിഷൻ ചാനലിലേക്ക് അവതാരക ഇസ്രായേലിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ ബോംബിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ ഇസ്രായേലിന് സാധിച്ചു. അവിടെ ഒരു ടെലിവിഷൻ കേന്ദ്രം ബോംബിടുക എന്നുള്ളതായിരുന്നില്ല വാസ്തവത്തിൽ ലക്ഷ്യം. ശരിക്കുള്ള ലക്ഷ്യം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജാണ്. നിങ്ങളുടെ ഏത് അടുക്കളയിലും ഏത് സമയത്തും ഞങ്ങൾ കയറും എന്നുള്ള ആ ഒരു മെസ്സേജ് ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ബോംബിംഗ് നടത്തിയത്. അപ്പം അത് എത്ര ഫ്രാജൈലാണ് ഇറാന്റെ സിറ്റുവേഷൻ എന്ന് കാണിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, അവരുടെ പുതിയതായി നിയമിക്കപ്പെട്ട മിലിറ്ററി ചീഫ് അദ്ദേഹവും വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഇവര് ആരെയൊക്കെ പുതിയതായിട്ട് ആളുകളെ കൊണ്ട് വെക്കുന്നുണ്ടോ ആ വെക്കുന്ന ആളുകളൊക്കെ ആ നിമിഷം തന്നെ കൊല്ലപ്പെടുകയാണ്. അപ്പം അത് കൃത്യമായിട്ട് ഓരോ ആളുകളുടെ നേരെയും ഇസ്രായേലിന്റെ തോക്ക് ഓരോരുത്തരുടെയും തലയുടെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ സൂചന ഇസ്രായേൽ അവിടുത്തെ ഇറാനിലെ ഭരണ നേതൃത്വത്തിനും ജനത്തിനും നൽകുവാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പം ഇറാനിലെ ATMകളിലൊന്നും പണം ലഭ്യമല്ല. അതിന്റെ കാരണം അവരുടെ ബാങ്കുകളുടെ എല്ലാം ഇന്റർനെറ്റ് അതിന്റെ സൈബർ സ്ഥലങ്ങളിലെല്ലാം ഇസ്രായേലിന്റെ ആളുകൾ നുഴഞ്ഞു കയറി അവരുടെ ബാങ്കിങ് സംവിധാനത്തെ ആകെ താറുമാറായി കളഞ്ഞു. ഇപ്പൊ ജനങ്ങൾ ഓൾറെഡി വലിയ പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ട്രംപ് ടെഹ്റാനിലെ ജനങ്ങളോട് മൊത്തം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുമ്പ് തന്നെ നെതന്യാഹു ടെഹ്റാനിലെ ഒരു ഭാഗം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ജനം അങ്ങേയറ്റം പരിഭ്രാന്തരാണ്. ഈ ടെലിവിഷൻ ചാനലിൽ ലൈവായിട്ട് ബോംബ് വീഴുന്ന കാഴ്ചയടക്കം കണ്ട ജനം എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്നുള്ള വലിയ ചിന്തയോടെ ഓടുമ്പോൾ അവർക്ക് ഒരു ATMൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നില്ല. പട്ടണത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ATMും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ്. പണം ലഭിക്കാനില്ല, റോഡിലേക്ക് ഇറങ്ങിയാലും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, മൊത്തം ട്രാഫിക് ബ്ലോക്ക്, ജനം ഭയങ്കര പാനിക്കിലാണ്. അപ്പൊ ആളുകളെ ഭീതിപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ വലിയൊരു ഖയോസിലാക്കുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്ത് കൃത്യമായി ഉണ്ട്. കൂടാതെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭ്യമല്ല. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ മുഴുവൻ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ പറയുന്നത് അവർ തന്നെ അത് ക്ലോസ് ചെയ്തിട്ടതാണ്. കാരണം ഇന്റർനെറ്റ് വഴി ആളുകളുടെ പൊസിഷൻ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇസ്രായേൽ ഹാക്ക് ചെയ്തതാണ്. അവരുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഇല്ലാതായി പോയിരിക്കുന്നു. ഈ പുതിയതായിട്ട് വധിക്കപ്പെട്ട മിലിറ്ററി ചീഫിന്റെ പേര് അലി ഷംദാനി എന്നാണ്. അദ്ദേഹം 3 ദിവസം മാത്രമാണ് മിലിറ്ററി ചീഫായിട്ടിരുന്നത്. അതിന് മുൻപ് ഇനിയിപ്പോൾ അടുത്ത ആൾ ആരെയാണോ വെക്കുന്നത് അവന്റെ തലയ്ക്ക് നേരെ ഇസ്രായേലിന്റെ തോക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഒരു തൂക്കുകയറിന്റെ ചുവട്ടിലേക്ക് കൊണ്ട് നിർത്തുന്നത് പോലെയാണ് ഇറാന്റെ മിലിറ്ററി ചീഫിന്റെ കസേരയിലേക്ക് കയറി ഇരിക്കുക എന്നുള്ളത് പട്ടാളക്കാരെ സംബന്ധിച്ച് ഭീതിജനകമായ സംഗതിയാണ്. ഇനി ന്യൂക്ലിയർ ഈ പറയുന്ന ഇറാനെ സംബന്ധിച്ച് അവരുടെ ന്യൂക്ലിയർ ഹെഡ് വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സയന്റിസ്റ്റുകളെ 7 പേര്, ടോപ്പ് ക്ലാസ് സയന്റിസ്റ്റുകളെ 7 പേര് വധിക്കപ്പെട്ടു. അതിൽ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ, ഇദ്ദേഹം വാസ്തവത്തില് അമേരിക്കയുമായിട്ടുള്ള പീസ് ടോക്ക് നയിച്ചിരുന്ന ആളാണ്. കാരണം ഈ ന്യൂക്ലിയർ ടോക്കാണല്ലോ നടക്കുന്നത്. അപ്പൊ അതില് അമേരിക്കയുമായിട്ടുള്ള പീസ് ടോക്കിൽ ഈ ന്യൂക്ലിയർ വിഭാഗത്തെ ന്യൂക്ലിയർ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട സംഗതിയെ കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നത് ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഹെഡാണ്. അദ്ദേഹം വധിക്കപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച രാത്രിയാണ് ആക്രമണം ഉണ്ടായത്. ഞായറാഴ്ചയായിരുന്നു ന്യൂക്ലിയർ ടോക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ടോക്കിന് തുരങ്കം വെക്കാൻ വേണ്ടിയാണോ ഇസ്രായേൽ ഇത് ചെയ്തതെന്നുള്ളത് ഒരു ഡിസ്കഷനായിട്ട് വരുന്നുണ്ട്. കാരണം അതിന്റെ ടോപ്പിനെ തന്നെ വധിച്ചോളൂ. ഇനിയിപ്പോ അങ്ങനെ ഒരു ഡിസ്കഷനുള്ള സ്കോപ്പില്ല എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞ ടോക്കിന്റെ ആവശ്യമില്ല, ടോട്ടൽ ഡിസ്മാൻഡൽമെന്റ് എന്നൊരു കാര്യമുള്ളൂ. 3.75% എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ താഴ്ന്നത്, കുറച്ചുകൂടെ മേലെയുള്ളത്, അത്തരത്തിലുള്ള യാതൊരു ടോക്കുമില്ല. ടോട്ടൽ ഡിസ്മാൻഡൽമെന്റ്. ഇപ്പോൾ ട്രംപും അതിനകത്തേക്ക് എത്തി. ഇറാൻ കനോട്ട് ഹാവ് എ ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ളത് മാറ്റി അദ്ദേഹം ഇറാന് ന്യൂക്ലിയർ പ്രോഗ്രാമേ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനിടയിലൂടെ ഇവരുടെ നഡാഷ് ന്യൂക്ലിയർ സെന്ററിൽ ആക്രമണം നടത്തിയിരുന്നു. ആദ്യം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞത് അവിടെ റേഡിയേഷൻ ലീക്ക് ഇല്ല എന്നാണ്. പക്ഷെ നെതന്യാഹു പറഞ്ഞു അത് നശിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഡിസ്ട്രോയിഡ്.
എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഈ ആറ്റമിക് എനർജി കമ്മീഷന്റെ ചീഫ് പറയുന്നുണ്ട് അവിടെ ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പറയാനുള്ള കാരണം അതിനകത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി നശിപ്പിക്കുമ്പോൾ ഇതിനകത്തെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് സെൻട്രിഫ്യൂജുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ ഈ ബോംബ് ചുട്ടെടുക്കാനുള്ള ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട 3 ന്യൂക്ലിയർ സെന്ററുകളാണ് നഡാഷ്, ഫോർദോ, ഇസ്ഫഹാൻ എന്ന് പറയുന്ന 3 സെന്ററുകളാണ്. മൊത്തം 10-17 സെന്ററുകളുണ്ട്. അതിൽ 6 പ്രധാനപ്പെട്ടത്. ആ 6 ഈ 3 പ്രധാനമായിട്ട് എൻറിച്ച്മെന്റ് നടക്കുന്നത്. അതിൽ ഇസ്ഫഹാൻ എന്ന് പറയുന്നതിനകത്ത് 5% വരെയുള്ള എൻറിച്ച്മെന്റും, നഡാഷിൽ 60% വരെയുള്ള എൻറിച്ച്മെന്റും, ഫോർദോയിൽ ബോംബ് ഗ്രേഡ് യുറേനിയം 90% വരെയുള്ള എൻറിച്ച്മെന്റാണ് നടക്കുന്നത്. അപ്പൊ ഈ ഫോർദോ എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ബോംബിന്റെ കുക്കിംഗ് നടക്കുന്നത്. പിന്നെ നഡാഷ് എന്ന് പറയുന്നത് 60% വരെയുള്ള എൻറിച്ച്മെന്റ് നടക്കുന്ന സ്ഥലത്താണ് കാര്യമായ ആക്രമണം ഉണ്ടായത്. അതാണ് ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്ലാന്റും അത് തന്നെയാണ്. അതിനെ ഇസ്രായേൽ അതിന്റെ പുറത്തുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ആക്രമിച്ചതെങ്കിൽ കൂടി അതിനകത്ത് സെൻട്രിഫ്യൂജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രിഫ്യൂജിങ് എന്ന് പറഞ്ഞാൽ യുറേനിയം UF6 എന്ന് പറഞ്ഞൊരു ഗ്യാസ് യുറേനിയം ഹെക്സാ ഫ്ലൂറൈഡ് ആക്കി മാറ്റും. അപ്പൊ അതൊരു ഗ്യാസാണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് അഥവാ അത് വേപ്പർ ആവുന്ന, അത് ഗ്യാസ് ആവുന്ന ടെമ്പറേച്ചർ ഒരു 54 ഡിഗ്രിയുടെ റേഞ്ചിലൊക്കെയാണ്. അപ്പൊ അതിന് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, 64 ഡിഗ്രിയാണ്. അപ്പൊ ആ ട്രിപ്പിൾ പോയിന്റിന് മേലെയാണ് സാധാരണഗതിയിൽ ഈ സെൻട്രിഫ്യൂജിങ് നടത്തുക. അപ്പൊ യുറേനിയം ഹെക്സാ ഫ്ലൂറൈഡിനെ ഗ്യാസാക്കി നിർത്തിക്കൊണ്ടാണ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. അപ്പൊ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പം യുറേനിയം 235 വെയിറ്റ് കുറഞ്ഞ ന്യൂക്ലിയസും യുറേനിയം 238 വെയിറ്റ് കൂടിയ ന്യൂക്ലിയസും ആയതുകൊണ്ട് 238 ഈ സെൻട്രിഫ്യൂജിങ് ട്യൂബിന്റെ അടിയിലേക്ക് അടിഞ്ഞു കിടക്കും, വെയിറ്റ് കൂടിയതുകൊണ്ട്. വെയിറ്റ് കുറഞ്ഞ യുറേനിയം 235 ട്യൂബിന്റെ മേൽഭാഗത്തായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതാണ് അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്ക്. അപ്പൊ ഇത് വളരെ വേഗം സെൻട്രിഫ്യൂജ് ചെയ്യാം. അപ്പൊ പലപ്പോഴും ഈ 64 ഡിഗ്രിയിൽ ചെയ്യുന്നതിന് പകരം സെൻട്രിഫ്യൂഗേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അതായത് പ്രഷർ കുറയ്ക്കുക. ഇത് പിന്നെ ഈ 64 ഡിഗ്രി എന്നുള്ളത് അറ്റ്മോസ്ഫിയർ പ്രഷറിലെ ബോയിലിംഗ് പോയിന്റ് ആണ്. പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പൊ അങ്ങനെ ഒരു ലോവർ ബോയിലിംഗ് പോയിന്റിൽ വെച്ചുകൊണ്ട് ഇത് സെൻട്രിഫ്യൂജ് എടുക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് നഷ്ടപ്പെട്ടു പോവുകയും സെൻട്രിഫ്യൂജിങ് ട്യൂബ് പൊട്ടിച്ച് ഈ ഗ്യാസ് പുറത്തു വരാനുള്ള സാധ്യതയും വരും. അപ്പൊ അങ്ങനെ സെൻട്രിഫ്യൂജിങ് ട്യൂബ് പൊട്ടിച്ചിട്ടോ ലീക്കായിട്ടോ ഈ നഡാഷ് സെന്ററിലെ ഗ്യാസ് പുറത്തു വന്നിരിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ചീഫ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഗുരുതരമായ റേഡിയേഷൻ ലീക്ക് ന്യൂക്ലിയർ കേന്ദ്രത്തിനകത്ത് നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു. ഈ ഫർദോ എന്ന് പറയുന്ന ഇതിനകത്താണ് ശരിക്കും ഇവരുടെ എൻറിച്ച്ഡ് യുറേനിയത്തിന്റെ ബോംബ് ഗ്രേഡ് യുറേനിയത്തിന്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതിനെ സംബന്ധിച്ച് അത് തകർക്കണമെങ്കിൽ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം കൂടിയേ തരൂ. കാരണം ഇസ്രായേലിന് അത്രയും വലിയ ബങ്കർ ബസ്റ്റ് ബോംബുകളില്ല. ഇത് B2 ബോംബേഴ്സിൽ നിന്ന് ഇടാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റ് ബോംബുകൾ ഉപയോഗിച്ച് മാത്രമേ ഈ ഫോർദോ സെന്റർ തകർക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അമേരിക്കയോട് ജോയിൻ ചെയ്യണം എന്ന് ഇസ്രായേൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പാമ്പിനെ അടിച്ച് തളർത്തിയിടാനേ പറ്റുള്ളൂ, കൊല്ലാൻ പറ്റില്ല. കൊല്ലണം എന്നുണ്ടെങ്കിൽ ഈ സാധനം വേണം. അല്ലെങ്കിൽ പിന്നെ അവര് ഇതിന്റെ എൻട്രിയിലൂടെ തന്നെ അകത്ത് കിടന്ന് നശിപ്പിക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങളിലേക്ക് എത്തണം. ഒരു പക്ഷേ വാർ നീണ്ടാൽ അത്തരം ഒരു തലത്തിലേക്ക് ഇത് എത്തിയേക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. അതിനിടയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നലെ ട്രംപിന്റെ പ്രസ്താവനയിൽ വളരെ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വി എന്നുള്ള വാക്കാണ് ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ചത്. ഞങ്ങൾ എന്നാണ് ഉപയോഗിച്ചത്. ഇതിനു മുമ്പ് വരെ അദ്ദേഹം ഇസ്രായേൽ ആക്രമിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ചത് വി ആർ ഇൻ ഫുൾ കൺട്രോൾ ഓഫ് ദ സ്കൈ ഓഫ് ഇറാൻ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇറാന്റെ ആകാശത്തെ പൂർണ്ണമായും ഞങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വി നോ വേർ ഖമനേയി ഈസ്, ഖമനേയി എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വി വിൽ നോട്ട് അലൗ ന്യൂക്ലിയർ വെപ്പൺസ്, ഞങ്ങൾ അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമായി ട്രംപ് ഇസ്രായേലിന്റെ ചേരിയിലായി. ഇനി യുദ്ധത്തിൽ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആവശ്യമുള്ളത് ഈ B2 ബോംബേഴ്സിന്റെ ഒരു സഹായം മാത്രമാണ്. വേറെ മേഖലകളിലൊന്നും ഇസ്രായേലിന് അവരെ കൊണ്ട് ആവശ്യമില്ല. കാരണം ഈ ഇറാന്റെ ഭൂമിയിൽ തന്നെ ഇഷ്ടംപോലെ സ്പൈസ് ചാരന്മാര് ഈ യുദ്ധത്തിൽ സഹായിക്കുവാനായി ഇസ്രായേലിന് വേണ്ടി അണിനിരന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ട്രംപ് ഇപ്പൊ പറയുന്നത് അൺകണ്ടീഷണൽ സറണ്ടർ ആണ്. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടാനാണ് വേണ്ടി പറഞ്ഞിരുന്നത്. ഡിസ്മാന്റിൽമെന്റ് എന്നുള്ളൊരു കാര്യത്തെ സംബന്ധിച്ചുള്ള ആ കരാറിൽ ഒപ്പിട്ട് ഈ യുദ്ധത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടുകൊള്ളൂ എന്നാണ് ഇറാനോട് ട്രംപിന് പറയാനുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതല്ല. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ടോട്ടൽ സറണ്ടറാണ്, കീഴടങ്ങാനാണ് പറയുന്നത്. അപ്പൊ ആ ഭാഷയിൽ വന്ന വ്യത്യാസം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരുപക്ഷെ യുദ്ധത്തിൽ പങ്കെടുത്തേക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ച അമേരിക്ക നടക്കുന്നത്. ട്രംപിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അദ്ദേഹം G7 സമ്മിറ്റിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു പോകും. അപ്പൊ അതിനെ സംബന്ധിച്ച് മാക്രോൺ പറഞ്ഞത്, ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു ആ ട്രംപ് പെട്ടെന്ന് പോയിട്ടുണ്ട്, അദ്ദേഹം എന്തോ ഒരു സീസ് ഫയർ ഉണ്ടാക്കാൻ വേണ്ടി പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ട്രംപിനോട് ഈ കാര്യം വിമാനത്തിൽ വെച്ച് ചോദിച്ചു. ട്രംപ് പറഞ്ഞു
അതായത് ആരും തെറ്റിദ്ധരിപ്പിച്ചാണ് എന്താ സീസ് ഫയർ, അതിനൊക്കെ നിങ്ങൾക്ക് വലിയ കാര്യം ചെയ്യാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ വലിയ കാര്യം എന്ത് എന്നായി പിന്നെ അടുത്ത ഡിസ്കഷൻ. അപ്പൊ അതിനെ സംബന്ധിച്ച് ട്രംപ് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം യുദ്ധത്തിൽ ചേരുന്നുണ്ടോ ഇല്ലയോ, അമേരിക്ക യുദ്ധത്തിൽ ചേരുന്നുണ്ടോ ഇല്ലയോ, അതാണ് ആ വലിയ കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഡിസ്കഷൻ. പക്ഷെ അമേരിക്കയിൽ ഇത് ഹോട്ട് ഡിസ്കഷനാണ്. നെതന്യാഹുവിനെ പിന്താങ്ങുന്ന അമേരിക്കൻ വിഭാഗവും പറയുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നാണ്. നേരെ മറിച്ച് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് പറയുന്നത് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കരുത് എന്നാണ്. കാരണം ഈ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തന്നെ പ്രധാനമായും അമേരിക്ക പെട്ട യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്ക ഉണ്ടായ നഷ്ടവും അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ ചെന്ന് പെടരുതെന്നുമാണ്. അത് പിന്നെ ഇറാഖ് വാറിനെ സംബന്ധിച്ചും കുവൈറ്റ് വാറിനെ സംബന്ധിച്ചും ഒക്കെയാണ്, അഫ്ഗാൻ വാറിനെ സംബന്ധിച്ചും ഒക്കെയാണ് അവർ ക്യാമ്പയിനിങ് ചെയ്തിരുന്നത്. അതായത് ഇത്തരം യുദ്ധങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി നടത്തിയ യുദ്ധത്തിൽ, കുവൈറ്റുമായി ബന്ധപ്പെട്ട് ഇറാഖിൽ നടത്തിയ യുദ്ധത്തിലൊക്കെ അമേരിക്കയ്ക്ക് ഒരുപാട് ധനനഷ്ടവും ആൾനഷ്ടവും ഉണ്ടായി. ഇനി ഇത്തരം കാര്യങ്ങളിൽ പോയിട്ട് തലവെക്കരുത് എന്നുള്ളതായിരുന്നു ട്രംപിന്റെ പ്രധാനപ്പെട്ട പ്രചരണം. അപ്പൊ ആ പ്രചരണം കൊണ്ട് വിജയിച്ച ട്രംപ് വേറെ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ഇനി ഒരു യുദ്ധത്തിന് തലവെച്ച് കൊടുക്കരുത് എന്നാണ് വൈസ് പ്രസിഡന്റ് വാൻസ് അടക്കമുള്ള ആളുകളുടെ ആർഗ്യുമെന്റ്. നേരെ മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പറയുന്നത് ഇന്ന് ഈ ആറ്റം ബോംബ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി, ടെല്ലവീവിനെ ലക്ഷ്യമാക്കി, ജെറുസലമിനെ ലക്ഷ്യമാക്കിയാണ് ഖമനേയി വെച്ചിട്ടുള്ളതെങ്കിൽ നാളെ ഇത് ന്യൂയോർക്കിന്റെ തലപ്പത്ത് കൊണ്ടിടും. കാരണം ഇവനെ സംബന്ധിച്ച് ഡെത്ത് ഫോർ അമേരിക്ക, ഡെത്ത് ഫോർ ഇസ്രായേൽ ആൻഡ് ഡെത്ത് ഫോർ ജൂസ് എന്നുള്ളതാണ് ഖമനയുടെ മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത് ഇസ്രായേലിന്റെ തലയിലാണെങ്കിൽ നാളെ ഇത് അമേരിക്കയുടെ തലയിലാണ്. അതും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പം ഇറാനെ നശിപ്പിക്കണ്ടേ? ആ ചോദ്യം ന്യായമായിട്ടും അവിടെയുണ്ട്. ഈ രണ്ട് ഡിസ്കഷൻ വളരെ ഹോട്ടായിട്ട് അമേരിക്കയിൽ നടക്കുന്നു. എത്ര നാളായി ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ദിവസമായി, ഇപ്പോഴും അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇറാന്റെ കയ്യിൽ ബോംബ് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇറാന്റെ കയ്യിൽ ബോംബ് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ? ഖമനേയി പറഞ്ഞു അതുകൊണ്ടങ്ങ് ഇസ്രായേൽ ഇട്ടേക്ക്. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു ഭ്രാന്തൻ മത നേതൃത്വമാണത്. ഖമനേയി എന്ന് പറയുന്നത് ഒറ്റ വാക്കാണ് ഇറാനിൽ. വേറെ ആരോടും അയാൾക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ ഉറക്കത്തിൽ അയാളുടെ ഏതെങ്കിലും ഒരു ദൈവം വന്നിട്ട് അയാളോട് പറയാണ് ഇസ്രായേലിനെ നശിപ്പിക്കണം, നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഉറക്കം ഉണർന്ന് കണ്ണു വീഴ്ച പറയും, ഇതാ എനിക്ക് ദർശനം കിട്ടിയിരിക്കുന്നു, ഇസ്രായേലിനെ നശിപ്പിക്കണം. അപ്പൊ തന്നെ ആറ്റം ബോംബ് ഇസ്രായേലിന്റെ തലയ്ക്ക് പറക്കും. ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ഒരു ബോംബ് ഉണ്ടാവുന്നതും ഇതുപോലെ ഒരു ഭ്രാന്തൻ മത നേതാവ് ഇരിക്കുന്ന രാജ്യത്ത് ഒരു ആറ്റം ബോംബ് ഉണ്ടാവുന്നതും നമ്മളുടെ വ്യത്യാസമാണ് ഈ കാണുന്നത്. ഇസ്രായേലുമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ വാറിൽ ചേരണമോ ചേരേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും പവർഫുൾ കസേരയിലിരിക്കുന്ന ട്രംപിന് ഡിസിഷൻ എടുക്കാൻ 6 ദിവസം കഴിഞ്ഞിട്ട് സാധിക്കാത്തത് അതൊരു ഡെമോക്രാറ്റിക് സംവിധാനമായതുകൊണ്ടാണ്. നേരെ മറിച്ച് ഒരു ഓട്ടോക്രാറ്റിക് സംവിധാനമാണെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാം, പോയി ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യും. അതാണ് സീറ്റിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇറാന് ഒരു ബോംബ് ഉണ്ടായാലുള്ള പ്രശ്നം എന്താണെന്നുള്ളത്. കൂടാതെ G7 സമ്മിറ്റില് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട് ഇറാന്റെ ബോംബ് എന്ന് പറഞ്ഞാൽ അവരുടെ തലക്കിട്ടുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ സുന്നി രാജ്യങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ രാജ്യങ്ങളൊന്നും ഇസ്രായേലിന്റെ ഈ ശ്രമത്തെ, ഇതിനെ യുദ്ധം എന്നതിനേക്കാൾ ഏറെ ഒരു ശ്രമം എന്ന് വിളിക്കുന്നതാണ് ശരി, ഈ ശ്രമത്തെ അവരാരും തള്ളി പറയുന്നില്ല. എല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. ആകപ്പാടെ റഷ്യയും ചൈനയും മാത്രമാണ് ലോകത്തിൽ എപ്പോഴും നെഗറ്റീവ്സ് മാത്രം വിതച്ചുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങളാണിത്. ഇവർ മാത്രമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുന്നതല്ലാതെ ഇവരാരും ഇതിനകത്ത് പോയിട്ട് ഇടപെടില്ല. ഇപ്പൊ ഈ പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ ഏറ്റവും മുൻനിരയിലുള്ളത് റഷ്യയും ടർക്കിയുമാണ്. അതിന് കാരണം റഷ്യക്കും ടർക്കിക്കും മിഡിൽ ഈസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രിപ്പാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇസ്രായേല് ഈ ഇറാനെ പരിപൂർണമായും തകർത്ത് കളയുകയും ഇറാനിൽ ഒരു റെജീം ചേഞ്ച് വരികയും ചെയ്താൽ ഈ ടർക്കിക്കും റഷ്യക്കും ഇറാന് മേലുള്ള പിടുത്തം പോകും. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് ഈ ഖമനേയി റെജീമിനെ അവിടെ പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ അവിടെ തുടരാൻ അനുവദിക്കണം എന്നുള്ള റഷ്യയുടെയും ടർക്കിയുടെയും താല്പര്യം കൊണ്ടാണ് റഷ്യയും ടർക്കിയും ഇതിനകത്ത് ഇപ്പൊ ആഞ്ഞു പിടിച്ച് എന്ത് ട്രീറ്റ് ചെയ്ത് ഒപ്പിട്ട് നിങ്ങൾ ഈ പ്രശ്നം തീർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറാനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഖമനേയുടെ ഈ സ്ഥാനം തെറിക്കും എന്നുള്ളതാണ്. അതിനിടയിലൂടെ ശരിക്കും ഈ ഖമനേയി എന്ന് പറഞ്ഞ പന്നിയരികളുടെ രാജാവാണ്. കാരണം ഈ തുരക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഹമാസ് എന്ന് പറഞ്ഞാൽ തുരന്ന് മണ്ണിനിടയിൽ ജീവിക്കുന്ന ജീവികളാണ്, പന്നിയരികളാണ്. ഈ പന്നിയരികളുടെ രാജാവാണ് ഖമനേയി. അയാളിപ്പോൾ ടെഹ്റാന്റെ കീഴിൽ ഒരു തുരങ്ക നെറ്റ്വർക്കിനകത്ത് എവിടെയോ ജീവിക്കുകയാണ്. നെറ്റ്വർക്ക് ഓഫ് തുരങ്കങ്ങളാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ സൗകര്യങ്ങളുടെ തുരങ്കത്തിനകത്ത് അദ്ദേഹത്തിന്റെ കുടുംബവും താമസിക്കുകയാണ്. പക്ഷെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ തല ഞങ്ങളുടെ കഷത്തിൽ തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും പിടിക്കാം, ഇദ്ദേഹം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമെന്ന് ട്രംപ് പറഞ്ഞു. നെതന്യാഹു പറഞ്ഞു ഇയാളെ കൊന്നാൽ ഈ യുദ്ധം തീരും എന്ന് പറഞ്ഞു. ശരിയാണ്, അയാളെ കൊന്നാൽ ഈ യുദ്ധം തീരും എന്നുള്ളത് ശരിയാണ്. കാരണം ഈ യുദ്ധം തുടരുക എന്നുള്ളത് ഖമനയുടെ മാത്രം താല്പര്യമാണ്. പക്ഷെ അതിനകത്ത് കുറെ ചോദ്യങ്ങൾ ഉദിക്കുന്നുണ്ട്. ഇപ്പൊ ഖമനേയി അങ്ങ് കൊന്നു എന്ന് വിചാരിക്കും. ഖമനയെ കൊന്നാൽ ഖമനയുടെ മകനോടുണ്ട്, അപ്പൊ അയാൾ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത്.
അപ്പൊ ഖമനയുടെ മകനെ ആ സ്ഥാനത്തേക്ക് കയറ്റി വെച്ചാൽ ഒരുപക്ഷെ ഇയാളെ കഴിഞ്ഞും വലിയ തലവേദനയായിരിക്കും ഈ മോജ്തബ ഖമനേയി എന്ന് പറയുന്ന ഖമനയുടെ മകൻ. 10-20 വർഷമായി അയാൾ ഭരണത്തിൽ ഇടപെടുന്ന ആളാണ്. പക്ഷേ ഈ വലിയകാർന്നവര് ഭരണം വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ഇത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഖമനേയിയെ കൊന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവൻ കസേരയിൽ കയറിയിരിക്കും. ഇത് മതനേതൃത്വമാണ്, അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അയാൾ പറയുന്നതാവും പിന്നെ അടുത്ത അർത്ഥവാക്യം. അതുകൊണ്ട് ഖമനയെ കൊല്ലുക എന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഖമനയെ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് ഖമനയ്ക്ക് സദാം ഹുസൈന് ഗതി വരും എന്ന് പറയുന്നത്. സദാം ഹുസൈനെ പിടിച്ചോണ്ട് പോകുമായിരുന്നു. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഖമനയെ പിടിക്കാൻ കിട്ടിയാല്, ഇപ്പൊ ഞാൻ ഇന്നലെ ചില ആളുകൾ നമ്മളോട് റെസ്പോൺസ് ചോദിച്ചിരുന്നു, ഖമനയെ കൊല്ലുന്നതല്ലേ നല്ലത്. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് ഖമനയെ കൊല്ലാൻ സാധ്യതയില്ല. ടെലവീവിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പില് ഖമനയെ കണ്ട അത്ഭുതപ്പെടുകയും വേണ്ട. ഇവർ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ ലോക്കപ്പിൽ ഇട്ടാല് അത്രയ്ക്കേ ഉള്ളൂ ഇയാള്. ഇദ്ദേഹത്തെ ഏത് നിമിഷവും ഇസ്രായേൽ പിടിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ബി എ പ്രൈസ് ക്യാച്ച്. പിടിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അയാളെ വെച്ചുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ യുദ്ധം അവസാനിപ്പിക്കുകയും ഈ റെജിമിനെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സംഗതികൾ. ഖമനയെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങേയറ്റം മാനസികമായി തളർന്നിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു 18 പേര് അടങ്ങുന്ന 18 മുതൽ 20 വരെ ആളുകൾ അടങ്ങുന്ന ഒരു ഉപദേശ ഗ്രൂപ്പാണ് അയാളെ നയിച്ചിരുന്നത്. ആ ഗ്രൂപ്പിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 12 ആളുകൾ നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഫോറിൻ പോളിസി വെറ്ററനായിട്ടുള്ള അലി അക്ബർ വലായതി, കമൽ ഖരാസി, എക്സ് സ്പീക്കറായിട്ടുള്ള അലി ലാരിൻജാനി, പിന്നെ ഇന്റലിജൻസ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള അലി അക്ബർ ഖജാസി എന്ന് പറയുന്ന 4 പേർ മാത്രമാണ്, 4-6 പേർ, വേറെ 2 പേരും കൂടി ഉണ്ടെന്ന് പറയുന്നു, പേര് മാത്രമാണ് അദ്ദേഹത്തിന്റെ സംഘത്തിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തിരുന്ന ഈ ഗ്രൂപ്പ് മുഴുവൻ ചത്തുപോയതുകൊണ്ട് പെട്ടെന്ന് നീക്കം ചെയ്യപ്പെടുന്നത് വലിയ മാനസിക ഷോക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം മിലിറ്ററി മേഖലയിലെ വലിയ വാക്യൂം വന്നു. അദ്ദേഹത്തിന്റെ IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് ആർമി ഉണ്ട്. അതാണ് അവിടുത്തെ എലൈറ്റ് ആർമി. അതിന്റെ തലവനെ തട്ടി. കൂടാതെ ആർമിയുടെ തലവനെ തട്ടി. ആർമിക്ക് ഒരു പുതിയ തലവനെ വെച്ചു, അവനെയും തട്ടി. ഇന്റലിജൻസ് ചീഫിനെ തട്ടി. അപ്പം അത് ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ തട്ടി. ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ പലരും ഇദ്ദേഹത്തിന്റെ അടുത്ത ഈ ഉപദേശകരെന്ന് പറഞ്ഞാൽ അടിമകളാണ്. ഇയാൾ പറയുന്ന അക്ഷരം പ്രതി പാലിക്കുന്ന ആളുകളാണ്. അങ്ങനെ അക്ഷരം പ്രതി പാലിക്കുന്ന ആളുകളിൽ നിന്ന് ഓർക്കണം, ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന കൊട്ടറിയില്, ഈ കൊട്ടാര സംഘത്തില് ഇറാന്റെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ഇല്ല എന്നോർക്കണം. ഞാൻ ഈ വായിച്ച പേരുകളുടെ കൂട്ടത്തിൽ അവരുടെ പേരില്ല. അപ്പൊ അവരെയൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇദ്ദേഹത്തിന് 100% വിശ്വാസമുള്ള ഈ ആളുകൾ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നീക്കം ചെയ്യപ്പെട്ടതോടെ അങ്ങേയറ്റം മാനസികമായി ഇദ്ദേഹം തകർന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ഏത് നിമിഷവും ഇദ്ദേഹം പിടിക്കപ്പെടാമെന്നുള്ള വിഷയമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം സ്ഥാനം വെച്ചൊഴിഞ്ഞ് സ്ഥാനം കൈമാറാനൊന്നും ഇദ്ദേഹം തയ്യാറായിട്ടില്ല. 1999-ലും 2009-ലും 2022-ലും വലിയ ബഹുജന പ്രക്ഷോഭം ഇറാനിൽ ഉണ്ടായിരുന്നു ഭരണമാറ്റത്തിന് വേണ്ടി. ഈ ബഹുജന പ്രക്ഷോഭങ്ങളെയൊക്കെ ഇദ്ദേഹം അടിച്ചമർത്തിയത് IRGC എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആർമിയെ ഉപയോഗിച്ചാണ്. ഇപ്പൊ തലവൻ നഷ്ടപ്പെട്ട ഈ ആർമിയെ സംബന്ധിച്ച് അതിന്റെ കേപ്പബിലിറ്റി അങ്ങേയറ്റം വീക്കാണ്. അതുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ജനത്തിന്റെ ഇടയിൽ പരമാവധി ഖയോസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ടെഹ്റാനിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ, ATMൽ പണം കിട്ടുന്നില്ല, ഇപ്പൊ നിങ്ങളുടെ തലയിൽ ബോംബിടുന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, ടെലിവിഷൻ സ്റ്റേഷനിൽ കൊണ്ട് ബോംബിട്ട് ജനത്തെ കാണിച്ചു കൊടുക്കുക. അപ്പം ജനത്തെ അങ്ങേയറ്റം ഭീതിയിൽ ആഴ്ത്തിയിട്ട് ഒരു സിവിൽ വാറിലേക്ക്, ഒരു ഇന്റേണൽ യുദ്ധത്തിലേക്ക് ഇതിനെ നയിക്കുക എന്നുള്ള ഒരു ടാക്ടിക്സ് ആണ് വാസ്തവത്തിൽ ഇസ്രായേലും അമേരിക്കയും കൂടി ചെയ്യുന്നത്. അങ്ങനെ ജനം മുഴുവൻ തെരുവിലിറങ്ങി ഈ ഭരണകൂടത്തിനെതിരെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഇവരെ എന്നും അടിച്ചമർത്തിയിരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിന് ശക്തിയില്ലാത്ത നിലയ്ക്ക് ഈ ഭരണകൂടത്തെ തെറിപ്പിക്കാൻ ജനത്തിന് സാധിക്കും. അതുകൊണ്ടാണ് നെതന്യാഹു പറയുന്നത് ഇവിടെ ഭരണമാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ അതിലേക്കാണ് ഈ കാര്യം പതിയെ നീങ്ങുന്നത് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഇറാൻ മിലിറ്ററിയിൽ പകുതിയിലധികം ആളുകളും ഖമനേയി പക്ഷത്തിനെതിരാണ്. കാരണം അവരൊക്കെ സാധാരണ വീടുകളിൽ നിന്ന് വരുന്നവരാണ്. ഈ IRGC എന്ന് പറഞ്ഞ സാധനം മത പോലീസ് മാറി വന്നവരാണ്, മതഭ്രാന്തന്മാരാണ്. നേരെ മറിച്ച് മറ്റേ പട്ടാളം അതുപോലെ കൂടെ നിൽക്കില്ല. അതുകൊണ്ടാണ് മറ്റേ പട്ടാളത്തിന് പകരം, അതായത് ശരിക്കുള്ള രാജ്യത്തിലെ പട്ടാളത്തിന് പകരം ഒരു ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ആർമി ഇദ്ദേഹം സൂക്ഷിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഖമനേയിയുടെ മറ്റു രാജ്യങ്ങളിലെ എല്ലാ ചിറകുകളും തല്ലി പൊട്ടിച്ച് അവസാനം ബാക്കി വരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലപ്പത്തുള്ള ഓരോരുത്തരെയും കഴുത്തരിഞ്ഞുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പവർ ചേഞ്ച് ആണ് വാസ്തവത്തിൽ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ അമേരിക്കയുടെ ആർമി കൂടുതൽ ഇറാനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പടക്കപ്പലുകൾ മാത്രമല്ല, കൂടുതൽ മിലിറ്ററിയെ ഇദ്ദേഹം ട്രംപ് ഇറാഖിലേക്ക് അയക്കുന്നുണ്ട്, ഗ്രൗണ്ട് ഫോഴ്സിനെ. അപ്പോൾ ഒരു ഗ്രൗണ്ട് അറ്റാക്ക് ആവശ്യമായി വന്നാൽ അത് ചെയ്യത്തക്ക രീതിയിലൊക്കെയുള്ള തയ്യാറെടുപ്പുകളാണ് അമേരിക്ക ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ടെൽ-അവീവിലെ അവരുടെ എംബസിക്ക് നേരെ ഇറാന്റെ മിസൈൽ വന്ന് വീഴുകയുണ്ടായി. ഇറാൻ അതിനെ കൃത്യമായി ആക്രമിച്ചതൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം അവർ വിടുന്ന മിസൈൽ എങ്ങോട്ടാ പോകുന്ന അവർക്ക് തന്നെ നിശ്ചയമില്ല. അപ്പൊ അത് അബദ്ധത്തിൽ ചെന്ന് കൊണ്ടതായിരിക്കാം. എന്തായാലും അമേരിക്ക അതുകൊണ്ട് വല്ലാതെ രൂക്ഷമായി പ്രതികരിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ട്രംപ് പെട്ടെന്നൊരു ആക്രമണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ എംബസി ആക്രമണത്തെ അതുപോലെ അപലപിക്കേണ്ടതായിരുന്നു.
അദ്ദേഹം അത്ര ശക്തമായിട്ട് അതിനോട് പ്രതികരിച്ചിട്ടില്ല. നേരെ മറിച്ച് മൊത്തത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് ആകാശം മുഴുവൻ ഞങ്ങളുടെയിലാണ്, ഖമനേയി നീ നിന്റെ കഴുത്ത് ഞങ്ങളുടെ കക്ഷത്തിൽ തന്നെയാണുള്ളത്, കീഴടങ്ങുക എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇതിന്റെ പോക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവുന്നു. സാധാരണഗതിയിൽ മറ്റ് കൂടുതലായി ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഇതിനിപ്പോ ഹോർമുസ് കടലിടുക്കില് 2 കപ്പലുകൾ കൂട്ടിയിടിച്ച് തീ പൊന്തിയപ്പോഴേ നമ്മുടെ ടെലിവിഷനൊക്കെ ഇതാ ഹോർമുസ് കടലിലേക്ക് പൂട്ടിയെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇത്തരം വിവരക്കേടൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ 2 എണ്ണ കൊണ്ടുപോയ ഒരു ചൈനീസ് കപ്പലും പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചരക്ക് ഇറക്കിയ ശേഷമുള്ള ഒരു കപ്പലും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഈ എണ്ണക്കപ്പൽ കത്തിയതാണത്. അതിന്റെ ടെമ്പറേച്ചർ അവിടെ നിരന്തരമായിട്ട് അമേരിക്കയുടെ കണ്ണുകൾ അവിടെ ഉണ്ട്. അമേരിക്കയുടെ സാറ്റലൈറ്റുകളാണ് ആദ്യമായിട്ട് തീ കണ്ടുപിടിച്ചതും ഉടനെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഇൻഫർമേഷൻ കൊടുത്തതും അവർ വളരെ വേഗം കടലിൽ പോയി കപ്പലുകൾ കണ്ടെത്തുകയും തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയത്. കപ്പലിൽ നിന്ന് മെസ്സേജ് വരുന്നതിന് മുമ്പ് തന്നെ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ എത്തി എന്ന് പറയുമ്പോൾ ഹോർമുസ് കടലിടുക്കില് അമേരിക്കയുടെ കണ്ണുകൾ എത്ര തീക്ഷ്ണമായി ഉണ്ട് എന്ന് ഉള്ളതിന്റെ സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹോർമുസ് കടലിടക്ക് അടയ്ക്കാനൊന്നും ആ ഒരു തലത്തിലേക്കൊന്നും ഇറാൻ തുനിയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല.